ഇവിടെ മറ്റുള്ള അനാശാസ പ്രവർത്തനങ്ങൾ, മയക്കുമരുന്ന്, പെൺവാണിഭം, അതെല്ലാം നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ പുറത്തുനിന്നൊക്കെ വന്ന് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ വന്നിട്ടുണ്ടായി എന്ന് പറയണ്ടായി. ഇവിടെ യുവ ഡോക്ടർ വന്നിട്ടുണ്ടായി, മയക്കുമരുന്ന് മേടിക്കാൻ വന്ന്. ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് തുടച്ചു മാറ്റം വെച്ചാൽ ഈ നാട്ടിൽ പ്രദേശത്ത് ഒരു ഭീകര അന്തരീക്ഷമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. 2025 നവംബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കണക്ക് പെരുമ്പാവൂർ താലൂക്ക് ഹോസ്പിറ്റൽ പരിസരത്ത് 16 എയ്ഡ്സ് രോഗികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു കുട്ടി 14 വയസ്സുള്ള അതിഥി തൊഴിലാളിയുടെ മകളാണ്. ആ കുട്ടി ലൈംഗികമായി ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നാണ് അതിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മലയാളികളും അതിലുണ്ട്. ഇന്ന് നടന്ന മീറ്റിംഗിൽ വാഴക്കുളം പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞത് ഒരു HIV കേസ് വാഴക്കുളം പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രണ്ട് ലെപ്രസി എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗം, അത് നിർമ്മാർജ്ജനം ചെയ്തെന്നാ പറയുന്നത്. അത് ഇന്നലെ വാഴക്കുളത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മലയാളികൾക്കാണ്, അത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കല്ല. അപ്പൊ ഇതര സംസ്ഥാന തൊഴിലാളികൾ അതിപ്രസരമുള്ള സ്ഥലങ്ങളിൽ ഉള്ള 2 പേർക്കാണ് കുഷ്ഠരോഗം റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇത് വ്യാപകമാകുകയാണ്. ഇതിന് അറുതി വേണ്ടേ? ഇവിടെ ആരൊക്കെ എത്തുന്നുള്ള ഒരു കണക്ക് വേണ്ടേ? ഏതൊക്കെ രോഗികൾ എന്നൊരു കണക്ക് വേണ്ടേ? കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട കണക്ക് കേട്ടു. അതൊന്നും ഇവിടെ നടക്കുന്നില്ലാന്ന്. പെരുമ്പാവൂരിലെ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ബായ്ക്കോളിൽ. ഏകദേശം 10,000-നടുത്ത ആളുകൾ ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങൾ ഒരു ലഹരിയുടെ ഹബ്ബായി, പെൺവാണിഭത്തിന്റെ ഹബ്ബായി, ചൂതാട്ടത്തിന്റെ ഹബ്ബായി ഈ മേഖല മാറിയിട്ട് കഴിഞ്ഞ കുറെ നാളുകളായി. പെരുമ്പാവൂർ ഏത് ലഹരി കേസ് പിടിച്ചാലും, ഒരു വിദ്യാർത്ഥിയെ പിടിച്ചാലും, മുതിർന്ന ആളെ പിടിച്ചാലും, ഒരു വ്യഭിചാര കേസ് പിടിച്ചാലും എല്ലാം ചെന്നെത്തുന്നത് ബായ് കോളനിയായി മാറിയിട്ട് കഴിഞ്ഞ കുറെ നാളുകളായി. ഈ നാട് കണ്ണന്തറ എന്ന നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് ഇവിടെ ജീവിക്കാൻ, സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്ത ഒരു അവസരം വന്നപ്പോഴാണ് ജനങ്ങൾ സംഘടിക്കുകയും ജനകീയ വേദി എന്ന പേരിൽ അവർ പ്രതികരിക്കുകയും ചെയ്തത്.